വോയിസ് ന്യൂസ് അവറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 വെള്ളപ്പൊക്കത്തിന്റെ സമാനമായ ഭീകരതയാണ് പത്തനംതിട്ട റാന്നിയിൽ ഇപ്പോഴുള്ളത്. പമ്പയാറിന്റെ ഇരുകരകളിലും സ്ഥിതി രൂക്ഷമാണ്. റാന്നി, വടശ്ശേരിക്കര, അത്തിക്കാട് ഭാഗത്തൊക്കെ വെള്ളം പൊങ്ങി. തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി. തണ്ണിത്തോട്, തേക്കുതോട്, കൊച്ചുപാലം എല്ലാം മുങ്ങി. റാന്നി ടൗണിൽ കഴുത്തറ്റം വെള്ളം കയറിയെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. കടകളിലെല്ലാം വെള്ളം കയറിയതോടെ കച്ചവടർക്ക് ദുരിതം ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും ആശങ്കയും ഇരട്ടിയാക്കി ഇറാൻ അമേരിക്കൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ഗൾഫ് മേഖലയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഷെയ്ഖീസ എയർബേസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനു പിന്നാലെ ഇറാൻ വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സ്ഥാപനങ്ങൾക്കെതിരെ അമേരിക്ക ശക്തമായ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തളർത്തുന്ന രീതിയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ദിശകളിലേക്ക് വ്യാപിക്കുന്നത്. ബഹ്റൈനിലെ പ്രമുഖ സൈനിക താവളമായ ഷെയ്ഖീസ എയർബേസ് ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തെക്കുറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നെങ്കിലും സംഘർഷം കൂടുതൽ കടുക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം ഇറാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിലാണ് വാഷിംഗ്ടൺ. ഇറാന്റെ ഔദ്യോഗിക വിമാന കമ്പനികൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക പുതിയ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. മനുഷ്യ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായ പുരാവസ്തു കണ്ടെത്തലുമായി ഒമാൻ. ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ചേക്കാവുന്ന 6000 വർഷത്തോളം പഴക്കമുള്ള നവീന ശിലായുഗ കാലഘട്ടത്തിലെ അപൂർവമായ പടവുകളുള്ള ഗോപുര നിർമ്മിതി ഒമാനിൽ കണ്ടെത്തി. മധ്യപൂർവേഷ്യയുടെയും പുരാതന ലോകത്തിന്റെയും വ്യാപാര ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ വിവരങ്ങളിലേക്ക് ഒമാനിലെ ദോഫർ ഗവർണറേറ്റിലുള്ള മേഹാർ ഖർഫൂട്ട് എന്ന ചരിത്ര പ്രസിദ്ധമായ മേഖലയിലാണ് പുരാവസ്തു ഗവേഷകർ ഈ അത്ഭുത നിർമ്മിത രീതി കണ്ടെത്തിയത്. BCE 4000-ഓളം പഴക്കം തിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ പടവുകളുള്ള ഗോപുരത്തിന് ഏകദേശം 6000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിലെ ഇന്ത്യാന ആർക്കിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ 2014 മുതൽ ഈ പ്രദേശത്ത് വിപുലമായ ഗവേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. തുടർന്ന് 2023-2024 കാലഘട്ടത്തിൽ നടന്ന ഖനനത്തിലാണ് നിർമ്മിതിയുടെ പടവുകളും കൂറ്റൻ ചുവരുകളും പൂർണ്ണമായും പുറത്തെടുത്തത്. ചുണ്ണാമ്പ് കല്ലുകൾ, കളിമണ്ണ്, വലിയ പാറക്കല്ലുകൾ എന്നിവ ഉപയോഗിച്ച് അങ്കുഷ് മാതൃകയിലാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങൾക്കോ അല്ലെങ്കിൽ അക്കാലത്തെ ഭരണപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയാകാം ഇത് ഉപയോഗിച്ചിരുന്നതെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ നിഗമനം. ഇവിടെ നിന്നും BCE 3000-നും 4000-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട അപൂർവ കൾവൻ പാത്രങ്ങളും കൽപാത്രങ്ങളും ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. ഖനനത്തിനും തുടർ പഠനങ്ങൾക്കും ശേഷം ഒമാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പുരാവസ്തു ഗവേഷണ പ്രസിദ്ധീകരണമായ അധാർ ജേർണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചതോടെയാണ് വിവരം പുറത്തു വരുന്നത്. BCE 4000-ൽ തന്നെ പുരാതന ഒമാനും മെസപ്പൊട്ടോമിയയും തമ്മിൽ ശക്തമായ സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖയായി മാറുകയാണ് ഈ പുതിയ കണ്ടെത്തൽ. സംസ്ഥാനത്ത് മഴക്കെടുതിയും ആശങ്കയും ഉയർത്തി ശക്തമായ മഴ തുടരുന്നു. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ഒരുപോലെ മഴ കനക്കുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുള്ളതിനാൽ നദികളിലും മലയോര മേഖലകളിലും വസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കടലിൽ പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എന്നും ഊർജം പകർന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ ദളിത് ഫെഡറേഷനും സെൻട്രൽ ഓഫ് കേരള ട്രേഡ് യൂണിയനും. ദളിത് വിമോചന പ്രസ്ഥാനങ്ങളുടെയും തൊഴിലാളി അവകാശ സമരങ്ങളുടെയും ചരിത്ര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച്
IDF CKTU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി സംഗമ സമ്മേളനം 2026 സംഘടിപ്പിക്കുന്നു. സാമൂഹിക മാറ്റത്തിനായി പോരാടിയ പ്രമുഖ ഉന്നത നേതാക്കളായ കല്ലറ സുകുമാരൻ, പോൾ ചിറക്കാലോട് എന്നിവരുടെ സ്മരണാർത്ഥമാണ് സമ്മേളനം നടത്തുന്നത്. കേരളത്തിലെ ദളിത് വിമോചന പോരാട്ടങ്ങളിലും അവകാശ സമരങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച സംഘടനയാണ് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ. സാമൂഹിക സമത്വത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാകാനും IDF എന്നും മുന്നിലുണ്ടായിരുന്നു. തൊഴിലാളികളുടെ അടിയന്തര പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുകയും നിരവധി സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് സെൻട്രൽ ഓഫ് കേരള ട്രേഡ് യൂണിയൻ. ഈ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കട്ടപ്പന ഗവൺമെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്മൃതി സംഗമം നടക്കുന്നത്. 1/4 നൂറ്റാണ്ടിലധികം ദളിത് വിമോചന പോരാട്ട രംഗത്ത് അതിശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്ന IDF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. ഷൺമുഖനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദളിത് സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കായി അദ്ദേഹം നടത്തുന്ന സേവനങ്ങളും പോരാട്ടങ്ങളും കേരളത്തിലെ ദളിത് മുന്നേറ്റങ്ങൾ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. റവറന്റ് ഫാദർ ബേബി പള്ളിപ്പറമ്പിൽ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് PK ഗീതാകൃഷ്ണൻ മുഖ്യ ക്ഷണിതാവായി പങ്കാളിയാകുമെന്നും ശ്രീ P. ഷൺമുഖൻ അറിയിച്ചു. ബഹുജൻ നാഷണൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മാന്യവർ ശ്രീ അയ്യൻകാളി ഗുരു ജയന്തിയും ബഹുജൻ സാഹോദര്യ സംഗമവും സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 30 കോട്ടയത്ത് വെച്ചാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹിക വിപ്ലവ നായകൻ മഹാത്മാ അയ്യൻകാളിയുടെ സ്മരണ പുതുക്കുന്ന ഈ സാഹോദര്യ സംഗമത്തിന്റെ ഉദ്ഘാടനം BNB സംസ്ഥാന കോർഡിനേറ്റർ ജൂബി കുഴിമറ്റം നിർവഹിക്കും. BNB സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി റെജി ആനിക്കാട് സ്വാഗതം ആശംസിക്കും. സംസ്ഥാന മോഡറേറ്ററും CKTU സംസ്ഥാന സെക്രട്ടറിയുമായ മാന്യവർ കല്ലറ ശശീന്ദ്രനാണ് ചടങ്ങിലെ മുഖ്യ അതിഥി. മാന്യവർ ഡോക്ടർ അനിൽ നാഗൻ മുഖ്യ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബാബു നെല്ലിക്കുന്ന്, ഇന്ത്യൻ വോയിസ് ചാനൽ പ്രതിനിധി മാന്യവർ ജോൺ ജോസഫ്, DCS പ്രതിനിധി മാനുവൽ പൊയ്യയിൽ പ്രസന്നകുമാർ, സാമൂഹിക സാംസ്കാരിക വേദി മണ്ണിന്റെ മക്കൾ പ്രതിനിധിയും റിട്ടയർഡ് ASIയുമായ സോമൻ കൊറത്തിയാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. BNB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബെഹൻ വിജി സുരേഷ് മൂന്നാർ, സംസ്ഥാന സെക്രട്ടറിമാരായ കുട്ടപ്പൻ വെങ്ങോട്, ശ്യാംകുമാർ ആറ്റിങ്ങൽ, ബിനീഷ് കട്ടപ്പന, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിജു ജോൺസൺ, പനച്ചിക്കാട് പഞ്ചായത്ത് കൺവീനർ ജോസ് രാജു തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടാകും. എല്ലാ ബഹുജൻ സമാജ് അംഗങ്ങളും സാഹോദര്യ സംഗമത്തിൽ പങ്കാളികളാകണമെന്നും BNB അംബേദ്കർ സംസ്ഥാന നേതാക്കളായ ജൂബി കുഴിമറ്റം, രാജീവ് ചെമ്പകശ്ശേരി എന്നിവർ അറിയിച്ചു. വീട് നിന്നിടത്ത് വെറുമൊരു മൺകൂന മാത്രം. മകന് പിന്നാലെ അമ്മയുടെയും മൃതദേഹം കണ്ടെടുത്തു. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പയ്യാനിത്തോട്ടത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 2 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പെയ്ത അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട അതീവ ദുഷ്കരമായ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താനായത്. പുലർച്ചെ 7 മണിയോടെ മകൻ ജോസഫിന്റെ മൃതദേഹമാണ് ആദ്യം രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താനായത്. തുടർന്ന് കോൺക്രീറ്റ് പാളികൾ മുറിച്ചു നീക്കി നടത്തിയ 5 മണിക്കൂർ നീണ്ട തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ റജീനയുടെ മൃതദേഹവും കണ്ടെടുക്കുകയായിരുന്നു. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായും തകരുകയും കല്ലും മണ്ണും വന്ന് മൂടുകയും ചെയ്തത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചു. വീട് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറുമൊരു മൺകൂന മാത്രമാണുള്ളത്. ഉരുൾപൊട്ടലിന്റെ ശക്തിയിൽ വീട് ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ദൂരത്തേക്ക് ഒലിച്ചുപോയിരുന്നു. അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രദേശം നാമാവശേഷമായി. ദുരന്തസമയത്ത് വീട്ടിൽ റജീനയും മകൻ ജോസഫിനും മാത്രമാണ് ഉണ്ടായിരുന്നത്. റജീനയുടെ ഭർത്താവ് ജോണി സമീപത്തെ വയോധികന്റെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയതിനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. മറ്റൊരു മകൻ ജോലിക്കായി എറണാകുളത്തായിരുന്നു. ദുരന്തവാർത്ത അറിഞ്ഞ് എത്തിയ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കരച്ചിൽ കണ്ടുനിന്നവർക്കും വലിയ നോവായി മാറി. 5 ഫയർഫോഴ്സ് യൂണിറ്റുകളും 4 JCBകളും ഉപയോഗിച്ചാണ് മണ്ണും കല്ലും നീക്കം ചെയ്ത് തിരച്ചിൽ നടത്തിയത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് നീങ്ങിയത്. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലുമായി കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 4 പേരാണ് ശനിയാഴ്ച മരിച്ചത്. അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ
സുമതി എന്ന വീട്ടമ്മയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെടുത്തു. അടൂർമല സ്വദേശി രവിയുടെ ഭാര്യയായ സുമതിയുടെ മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്തുനിന്നും ഏതാണ്ട് 500 അടിയോളം താഴെ